ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ വെരിലോഗ് യൂസ് ചെയ്തിട്ട് ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ എങ്ങനെ വിവാഡോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വിവാഡോ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൂള് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും അതിൻ്റെ പ്രിലിമിനറി സെറ്റപ്പുകളും പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് പ്രൊജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബേസിക് ഹാഫ് ആഡറിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. സോ ബേസിക് ഹാഫ് ആഡർ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ AB എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻപുട്ടാണ്, സം ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AXOR B എന്നുള്ളതാണ്. ദാറ്റ് ഈസ് A⁻B പ്ലസ് AB ബാർ എന്ന് പറയുന്ന എക്സ്പാൻഷൻ്റെ ഷോർട്ടായിട്ടുള്ള XOR ഗേറ്റ് ആണ് നമുക്കവിടെ സമ്മിൽ വരുന്നത്. അതുപോലെ തന്നെ A ഇൻറ്റു B ആണ് ക്യാരിക്ക് വരുന്നത്. സോ ഇതാണ് ഒരു ബേസിക് ഹാഫ് ആഡറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ Aക്ക് 1 ആണെങ്കിൽ 0+1 എന്ന് പറയുന്നത് നമുക്കിവിടെ സമ്മ് 1 ആയിരിക്കും. അതുപോലെ തന്നെ Bക്ക് 1 ആണെങ്കിലും നമുക്കിവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. രണ്ടും 1 ആവുന്ന സമയത്ത് സമ്മ് 0യും ക്യാരി 1ഉമായിട്ടാണ് നമുക്കവിടെ ഔട്ട്പുട്ട് കിട്ടുക. സോ ഇത് നമ്മളെങ്ങനെ വെരിലോഗിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ വിവാഡോ 2023 ടൂള് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ അപ്പോൾ എനിക്കൊരു പോപ്പപ്പ് വിൻഡോ ഇതുപോലെ വരും. ഇതിൽ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. പ്രൊജക്റ്റിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. മേ ബി ആഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫോം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഞാനതൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ആ ഫോൾഡറിനകത്ത് തന്നെ ഞാനത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ RTL പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോഴ്സ് ഞാൻ ഇനീഷ്യലി ഡിഫൈൻ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഞാനിത് ടിക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. സോ ഇതിൽ ബോർഡ് നമ്മൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ സിമുലേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ തൽക്കാലത്തേക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഏതെങ്കിലും ഒരു ബോർഡ് വെറുതെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ദെൻ ഫിനിഷ് ചെയ്യാം. സോ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്ഡേറ്റിംഗ് എന്ന് കാണാം. സോ എൻ്റെ പ്രൊജക്റ്റിനകത്തുള്ള ഫോൾഡേഴ്സൊക്കെയാണ് ഇവിടെ കാണുന്നത്. സോ ഇതിൽ ഞാൻ എൻ്റെ പുതിയ പ്രോഗ്രാം ആഡ് ചെയ്യുന്നു. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് സോഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഈ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് സോഴ്സ് കൊടുക്കുകയാണ്. സോ ആഡ് സോഴ്സിൽ നമ്മളിവിടെ നോക്കിയാൽ ഈ ആഡ് ഓർ ക്രിയേറ്റ് ഡിസൈൻ സോഴ്സ് എന്നുള്ളതാണ് നമ്മളവിടെ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ക്രിയേറ്റ് ഫയൽ കൊടുക്കുകയാണ്. വെരിലോഗിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഞാൻ ഹാഫ് ആഡർ എന്നുള്ള ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ദെൻ ഫിനിഷ്. സോ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിഫൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിലും നമുക്ക് ചെയ്യാം. രണ്ട് രീതിയും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ തൽക്കാലം ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുകയാണ്. സോ ഹാഫ് ആഡറിൽ എനിക്ക് A,B എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ടുകളാണുള്ളത്. അതുപോലെ തന്നെ സം ക്യാരി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ട്. സോ സമ്മ് ക്യാരി എന്ന് പറയുന്ന രണ്ട് ഔട്ട്പുട്ടാണ്. സോ ഇവിടുന്ന് ഞാൻ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, എല്ലാം സിംഗിൾ ബിറ്റാണ്. അതുകൊണ്ട് നമ്മൾ സിംഗിൾ ബിറ്റായിട്ട് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കുകയാണ്. സോ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റിംഗ് എന്ന് കാണുന്നുണ്ട്. ആ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ സോഴ്സിനകത്ത് ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത കുറച്ച് ലൈൻസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കളയുകയാണ്. ഹാഫ് ആഡർ എന്ന് പറയുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്ത മൊഡ്യൂൾ വന്നിട്ടുണ്ട്. സോ ഇൻപുട്ട് AB എന്നും ഔട്ട്പുട്ട് സമ്മും ക്യാരി എന്നും എനിക്കവിടെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ്. സോ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. വെറുതെ ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. നമുക്ക് പ്രോഗ്രാം കാണുമ്പം ഏത് ടൈപ്പ് ഓഫ് മോഡലിംഗ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഒരു വെരിലോഗ് മൊഡ്യൂളിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ, അതിനുശേഷം ആ ഫയലിൻ്റെ പേര് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യും. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കുകയാണ്.
പിന്നെ ആ മൊഡ്യൂൾ എൻഡ് ചെയ്യുന്നതിനുള്ള ലൈനാണ് എൻഡ് മൊഡ്യൂൾ. സോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലൈൻസുകൾ എഴുതുന്നത് ഈ ഒരു സെമിക്കോളന് ശേഷം എൻ്റർ ചെയ്തിട്ട് ഈ താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അസൈൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. സോ നമുക്കറിയാം ഒരു ഹാഫ് ആഡറിന് സം എന്ന് പറയുന്നത് എ എക്സോർ ബിയും ക്യാരി എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണെന്നുള്ളത് നമുക്കറിയാം. സോ അസൈൻ കൊടുക്കുകയാണ്. അസൈൻ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ആണ്. സോ സം ഈസ് ഈക്വൽ ടു എനിക്ക് ഇൻപുട്ട് എ ആൻഡ് ബി ആണ്. സോ എ എക്സോർ ബി എന്ന് പറയുന്നത് ഈ ഒരു ക്യാപ് സിമ്പിളാണ് എ എക്സോർ ബി എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്നത്. ഇത് എക്സോർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സിമ്പിളാണ് ഇൻ വെരിലോഗ്. ദെൻ ബി കൊടുക്കുകയാണ്. ദെൻ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈന് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് സമ്മ് ഡിഫൈൻ ചെയ്തു, ഇനി ക്യാരി കൂടെ വേണം. സോ നമ്മൾ ഈ ക്യാരിയും കൂടെ അവിടെ കൊടുക്കണം. സോ അസൈൻ, സോ ക്യാരി ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി ആണ് അല്ലേ. സോ എ ആംബസെൻറ്റ് സിമ്പിളാണ് നമ്മളതിന് യൂസ് ചെയ്യുക. ദെൻ ബി സെമിക്കോളൻ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിങ് കഴിഞ്ഞു. ഹാഫ് ആഡർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇത് സിമുലേറ്റ് ചെയ്യാനാണ്. സോ അതിനു മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്കിമാറ്റിക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ RTL അനാലിസിസ് ഉണ്ട്. ഇവിടെ ഓപ്പൺ എലാബറേറ്റഡ് ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ അത് റണ്ണായിട്ടുണ്ട്. റണ്ണായി കഴിഞ്ഞപ്പോൾ സ്കിമാറ്റിക്കിൻ്റെ ഒരു വിൻഡോ നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. സോ നമ്മൾ ഹാഫ് ആഡറിൻ്റെ പ്രോഗ്രാം എഴുതിയ അതേപോലെ തന്നെയാണ്. നമുക്കിവിടെ ഹാഫ് ആഡറിൽ ഇൻപുട്ട് എ ബി ആണ്, സമ്മ് ക്യാരിയാണ് ഔട്ട്പുട്ട് വന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഇൻപുട്ട് എ ആൻഡ് ബി, അതേപോലെ തന്നെ സമ്മ് ക്യാരി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എക്സോർ ഓപ്പറേഷനാണ്, അതുപോലെ ഇവിടെ ആൻഡ് ഓപ്പറേഷനാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ പ്രോഗ്രാം എഴുതിയതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സർക്യൂട്ട് ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ സ്കിമാറ്റിക്കും ചെക്ക് ചെയ്തു, ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് സിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് രീതിയിൽ സിമുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ടെസ്റ്റ് ബെഞ്ച് എഴുതി സിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് സിമുലേറ്റ് ചെയ്യാം. സോ ടെസ്റ്റ് ബെഞ്ച് എഴുതി സിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടെസ്റ്റ് ബെഞ്ച് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യണം, ആഡ് സോഴ്സ്. അതിൽ ആഡ് ഓർ ക്രിയേറ്റ്സ് സിമുലേഷൻ സോഴ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാണ്. ആൻഡ് നമ്മളൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഫയലിന് ഒരു പേര് കൊടുക്കാം, ഹാഫ് ആഡർ TB എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ടെസ്റ്റ് ബെഞ്ച് എന്ന് മനസ്സിലാൻ വേണ്ടി TB എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഫിനിഷ് കൊടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് ഇൻപുട്ടൊന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല. ടെസ്റ്റ് ബെഞ്ച് ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. യെസ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ സിമുലേഷൻ സോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് sim1 ഇവിടെ ആ ടെസ്റ്റ് ബെഞ്ച് വന്ന് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പണായി വരും. ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. സോ ഇവിടെ മൊഡ്യൂൾ ഹാഫ് ആഡർ നമ്മളിപ്പോൾ പറഞ്ഞ ആ പേരിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ആയിട്ടുണ്ട്. സോ നമുക്ക് ടെസ്റ്റ് ബെഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും അവിടെ കൊടുക്കാനില്ല. സോ ഇനി നമുക്ക് വേണ്ടത് ടെസ്റ്റ് ബെഞ്ചിനകത്തുള്ള കണ്ടൻസുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടെസ്റ്റ് ബെഞ്ചിനകത്ത് ഇൻപുട്ട് ആണെങ്കിൽ രജിസ്റ്റർ ആയിട്ടും ഔട്ട്പുട്ട് ആണെങ്കിൽ വയറായിട്ടുമാണ് കൊടുക്കുക. സോ നമുക്കിവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് AB ആണ്. സോ രജിസ്റ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് A,B ആണ് വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വയറാണ്. നമുക്ക് ഔട്ട്പുട്ട് വയറായിട്ടാണ് ഡിഫൈൻ ചെയ്യുക. നമുക്ക് സമ്മും ക്യാരിയുമാണ് അവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ എഴുതിയ ഈ ഹാഫ് ആഡർ എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിലേക്ക് ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേരും ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും ജസ്റ്റ് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. പക്ഷേ ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്, അത് നോക്കാം നമുക്ക്. സോ ഞാനിതെല്ലാം ഒരു ലൈനിലേക്ക് ആക്കുകയാണ്. നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്ന വേർഡ് കീവേഡ് ആവശ്യമില്ല, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന കീവേഡും ആവശ്യമില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അത് കോൾ ചെയ്യേണ്ടത്. പക്ഷേ ഹാഫ് ആഡർ എന്ന് പറയുന്ന പ്രോഗ്രാം കോൾ ചെയ്തതിന് ശേഷം നമ്മളൊരു നെയിം അവിടെ കൊടുക്കാനുണ്ട്. H1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, H1 എന്നുള്ളൊരു പേരാണ് ഞാനതിന് കൊടുത്തിട്ടുള്ളത്. സോ ഹാഫ് ആഡർ
എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ പേര് അതേപോലെ തന്നെ എടുക്കുക. ദെൻ അത് ഡിഫൈൻ ചെയ്യുക, ഇൻസ്റ്റാൻസിയേഷൻ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, നമ്മളെ ബേസ് പ്രോഗ്രാമിൽ ആദ്യം 2 ഇൻപുട്ട് AB ആണ്, ദെൻ അതിന് ശേഷമാണ് ഔട്ട്പുട്ട് വരുന്നത്. അതേ ഓർഡറിലായിരിക്കണം നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. സോ ഇവിടുത്തെ ഈ രജിസ്റ്റർ A ആൻഡ് Bയും അതേപോലെ തന്നെ ഈ സം ആൻഡ് ക്യാരി എന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാൻസിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഇനീഷ്യൽ, അതിനുശേഷം ബിഗിൻ, ഓക്കെ. ദെൻ ഒരു എൻഡും കൂടെ അവിടെ ഓൾറെഡി ഞാൻ കൊടുത്ത് വെക്കുകയാണ്. കാരണം ബിഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. സോ എൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയായിരിക്കും? ഹാഫ് ആഡറിൽ എനിക്ക് 2 ബിറ്റാണ്, എയും ബിയും ആണ് വരുന്നത്. സോ 0 0 0 1 1 0 1 1 എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. സോ A ഈസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ B ഈസ് ഈക്വൽ ടു 0. ഓക്കെ. സോ ഫസ്റ്റ് കോമ്പിനേഷൻ കഴിഞ്ഞു. അതിനുശേഷം 10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഇത് മാറേണ്ടത്. കാരണം ആദ്യം കൊടുത്ത അതിൻ്റെ ഔട്ട്പുട്ട് എനിക്കൊരു 10 നാനോ സെക്കൻഡ്സ് നേരത്തേക്ക് കാണണം. സോ ഹാഷ് 10 എന്ന് കൊടുക്കാം. ദെൻ ഈ സെയിം സാധനം ഞാൻ ഒന്നുകൂടെ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ എക്ക് 0 കൊടുക്കുകയാണ്, ബിക്ക് 1 കൊടുക്കുകയാണ്. ഓക്കെ. ഇനി ഞാൻ ഈ സെയിം സാധനം ഒന്നുകൂടെ കോപ്പി ചെയ്യാണ്. 10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം എക്ക് 1ഉം ബിക്ക് 0യും കൊടുക്കുകയാണ്. എഗെയിൻ ഐ എം കോപ്പി പേസ്റ്റിംഗ്, എക്ക് 1ഉം ബിക്ക് 1ഉം കൊടുക്കുകയാണ്. സോ അവിടെ 4 പോസിബിൾ കോമ്പിനേഷൻസ് ഞാൻ കൊടുത്തു. അതിനുശേഷം എനിക്ക് ഒരു 10 നാനോ സെക്കൻഡ്സ് അതിൻ്റെ ഔട്ട്പുട്ട് കാണണം. സോ ആ ഒരു 10 നാനോ സെക്കൻഡ്സ് ഞാൻ അവിടെ കൊടുത്തു. നൗ ഇറ്റ്സ് ഫിനിഷ്. സോ അതൊന്ന് ഫിനിഷ് ചെയ്യണം നമ്മൾ. അതിനുള്ള കീവേഡാണ് $finish. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. സോ ഇപ്പം നമ്മുടെ ടെസ്റ്റ് ബെഞ്ച് നമ്മൾ എഴുതി കഴിഞ്ഞു. സോ ടെസ്റ്റ് ബെഞ്ചിൽ നമ്മൾ ചെയ്തത് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്തു, അതിനുശേഷം അത് ഇൻസ്റ്റാൻസിയേഷൻ ചെയ്തു. ദെൻ അതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മളവിടെ കൊടുത്തു. ഓക്കെ. സോ ഇവിടെ എൻഡ് ചെയ്തു, എൻഡ് മൊഡ്യൂളും ചെയ്തു. സോ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത് റൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സിമുലേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ റൺ സിമുലേഷൻ, റൺ ബിഹേവിയർ സിമുലേഷൻ. സോ ഇത് ഇവിടെ റൺ ആവും. സോ ഇത് നിങ്ങളിവിടെ നോക്കിയാൽ പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റിലുള്ളത് മാത്രമാണ് ഇവിടെ കാണുന്നത്. എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൂം ഫിറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ കോമ്പിനേഷൻസും കാണാം. ഇവിടെയുള്ള ഈ യെല്ലോ ലൈൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എക്ക് 0, ബിക്ക് 0, സം ഈസ് 0 ആൻഡ് ക്യാരി ഈസ് 0. ഇതൊന്ന് ഈ അടുത്ത 10 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം എക്ക് 0, ബിക്ക് 1, സം ഈസ് 1 ആൻഡ് ക്യാരി ഈസ് 0. എഗെയിൻ നെക്സ്റ്റ് കോമ്പിനേഷനിൽ എ ഈസ് 1, ബി ഈസ് 0, സം ഈസ് 1 ആൻഡ് ക്യാരി ഈസ് 0. അതേപോലെ ലാസ്റ്റ് സെക്ഷനിൽ എക്കും ബിക്കും നമ്മൾ 1 കൊടുക്കുമ്പോൾ സം എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ നോക്കിയാൽ കാണാം ഈ 1ൽ നിന്ന് ആ സമ്മ് 0യിലേക്ക് വന്നു. അതേപോലെ തന്നെ ക്യാരി ബിക്കം 1. സോ ഇവിടെയൊക്കെ ക്യാരി 0 ആയിരുന്നു, ഇവിടെ എത്തിയപ്പം ക്യാരി 1ലേക്ക് മാറി. കണ്ടോ? സോ ഇതുപോലെയാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ട്. സോ ഈ ഒരു ഗ്രാഫ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഹാഫ് ആഡറിൻ്റെ വർക്കിംഗ് കഴിഞ്ഞു. ഹാഫ് ആഡറിൻ്റെ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സെക്ഷൻ നമുക്കവിടെ കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. ആ സിമുലേഷൻ ഞാൻ ക്ലോസ് ചെയ്തു. സോ ഹാഫ് ആഡറിൻ്റെ പ്രോഗ്രാം ഞാനിവിടെ എടുക്കുകയാണ്. ഇതിപ്പം ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ളത് സ്ട്രക്ചറൽ മോഡലിംഗ് ആണ്. സോ സ്ട്രക്ചറൽ മോഡലിങ്ങിൽ നമ്മൾ ഇതുപോലെയല്ല ചെയ്യുക, അസൈൻ യൂസ് ചെയ്യുകയല്ല, ഗേറ്റ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം ഇങ്ങനെ തന്നെ വെച്ചിട്ട് പുതിയൊരു പ്രോഗ്രാം ആഡ് സോഴ്സ് കൊടുക്കുകയാണ്. പുതിയ പ്രൊജക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഈ സെയിം പ്രൊജക്റ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം പുതിയൊരു പ്രൊജക്റ്റിൽ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ആഡ് ഓർ ക്രിയേറ്റ് ഡിസൈൻ സോഴ്സ് എടുക്കുകയാണ്. ദെൻ ക്രിയേറ്റ് ഫയൽ കൊടുക്കുകയാണ്. ഹാഫ് ആഡർ സ്ട്രക്ചറാണ്. സോ STR എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ ഞാനവിടെ കൊടുക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ കൊടുത്തു. ദെൻ ഫിനിഷ് കൊടുക്കുകയാണ്. സോ ഫിനിഷ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇൻപുട്ട് കൊടുക്കണം. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നമുക്ക്
ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഹാഫ് ആഡർ STR എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും ആവശ്യമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു പേരിന് ശേഷം ബ്രാക്കറ്റിനകത്ത് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ നേരത്തെ അത് ചെയ്തപ്പോൾ ഇൻപുട്ട് AB എന്നും ഔട്ട്പുട്ട് സം ക്യാരി എന്നും വന്നു. കാരണം നമ്മൾ ആ വിൻഡോയിൽ ആ വാല്യൂസ് കൊടുത്തിരുന്നു. ഇത് നമുക്ക് ഡയറക്റ്റ് ഈ പ്രോഗ്രാമിൽ എഴുതിയാൽ മതി. സോ ഞാനിത് ജസ്റ്റ് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ ടൈപ്പ് ചെയ്താലും മതി, നമ്മൾ അവിടെ കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, സോ ഇത് സ്ട്രക്ചറലായതുകൊണ്ട് ഒരു കമൻറ്റ് ഇവിടെ കൊടുക്കാം. സ്ട്രക്ചറൽ മോഡലിംഗ് എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ജസ്റ്റ് കൊടുക്കുകയാണ്. സോ ഇതിന് ശേഷം നമ്മളിവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. സോ സ്ട്രക്ചറിനകത്ത് നമ്മൾ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ എയും ബിയുടെയും XOR ഗേറ്റ് ആണ് വേണ്ടത്. സോ XOR എന്ന് പറയുന്ന കീവേഡ് തന്നെ നമുക്ക് വെരിലോഗിൽ യൂസ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇൻബിൽട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പം ഔട്ട്പുട്ടാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, അതിനുശേഷമാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. സോ നമുക്കറിയാം സം എന്ന് പറയുന്നതാണ് XOR ഓപ്പറേഷൻ വരുന്നത്. സോ നമുക്ക് സമ്മാണ് നമ്മുടെ ഔട്ട്പുട്ട്, അതിനുശേഷം നമ്മുടെ ഇൻപുട്ട്സ് ആയിട്ടുള്ള എയും ബിയും നമ്മളവിടെ കൊടുക്കുകയാണ്. സെമിക്കോളം കൊടുത്തു. ഇനി നമുക്ക് ക്യാരിയുടെ വേണം. ക്യാരി എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് ഓപ്പറേഷനാണ്. A and B ആണ് അതിൻ്റെ ഇക്വേഷൻ. സോ ആൻഡ് ഗേറ്റ് കൊടുക്കുകയാണ്. ഓപ്പൺ ക്ലോസ് സെമിക്കോളൻ. നമുക്കത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ക്ലോസ് ചെയ്തതാണ്. ദെൻ ക്യാരി ആണ് നമ്മുടെ ഔട്ട്പുട്ട്. ദെൻ A, B ആണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, സോ ഞാനവിടെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു, സേവ് ചെയ്തു. സോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സേവ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ടെസ്റ്റ് ബെഞ്ച് വെച്ചിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മാനുവലി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ പുതിയൊരു ടെസ്റ്റ് ബെഞ്ച് ഉണ്ടാക്കുന്നില്ല, നേരത്തെ എഴുതിയ സെയിം ടെസ്റ്റ് ബെഞ്ചിൽ തന്നെയാണ് ചേഞ്ച് വരുത്തുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കും നേരത്തെ എഴുതിയ സെയിം ടെസ്റ്റ് ബെഞ്ചിൽ ചേഞ്ച് വരുത്തുക? ഇതാണ് നമ്മളുടെ പുതിയ പ്രോഗ്രാം. സോ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ഹാഫ് ആഡർ STR ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സോ ഞാൻ ആ ടെസ്റ്റ് ബെഞ്ചിൽ വന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൻഷിയേഷൻ ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ മാത്രം ആ പേര് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ അപ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? ആദ്യം ഞാൻ എഴുതിയിട്ടുള്ള ഈ പ്രോഗ്രാം വിളിക്കുന്നതിന് പകരമായിട്ട് എനിക്ക് ഈ പ്രോഗ്രാം ആയിരിക്കും ഈ ടെസ്റ്റ് ബെഞ്ചിലേക്ക് വിളിക്കുക. സോ സേവ് ചെയ്യുക. 2 പ്രോഗ്രാംസും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ സിമുലേഷൻ ചെയ്യുകയാണ്. സോ ഇവിടെ നോക്കിയാൽ കാണാം സെയിം ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മളവിടെ സ്ട്രക്ചറലും അതേപോലെ തന്നെ ഡാറ്റ ഫ്ലോയും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ആഡർ എന്ന് പറയുന്നത് വെരിലോഗ് യൂസ് ചെയ്തിട്ട് വിവാഡോൻ്റെ ടൂളിൽ ചെയ്യുന്നത്. സോ ഈ ഗ്രാഫ് നമുക്ക് നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. സോ സിമുലേഷനും ഞാനവിടെ ക്ലോസ് ചെയ്യുകയാണ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ ആഡർ ആണ്. സോ ഫുൾ ആഡർ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിൻ്റെ തിയറി സൈഡൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ ഫുൾ ആഡർ എന്ന് പറയുന്നത് ബേസിക്കലി 2 ഹാഫ് ആഡർ ചേർന്നിട്ടാണ് ഫുൾ ആഡർ ഉണ്ടാവുന്നത്. സോ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഹാഫ് ആഡർ സർക്യൂട്ടാണിത്. സോ ഈ ഹാഫ് ആഡർ സർക്യൂട്ട് യൂസ് ചെയ്ത് ഞാനൊരു ഫുൾ ആഡർ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാഫ് ആഡർ, ദിസ് ഇസ് ദ സെക്കൻഡ് ഹാഫ് ആഡർ. ഇത് രണ്ടും സെയിം സാധനം തന്നെയാണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഹാഫ് ആഡർ ഇവിടേക്ക് കോൾ ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കറിയാം ഒരു ഫുൾ ആഡർ ആണെങ്കിൽ ഇൻപുട്ട് A, B ആൻഡ് C ഉണ്ടാവും. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? സം ഇസ് ഈക്വൽ ടു A XOR B XOR C ആണ്. സോ ഞാനിവിടെ ഫസ്റ്റ് 2 ഇൻപുട്ടുകൾ A, Bയിലേക്ക് ഫസ്റ്റ് ഹാഫ് ആഡറിലെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് ആഡറിൻ്റെ ഇൻപുട്ടിലേക്കും അതേപോലെ തന്നെ എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. ദെൻ ആ സം എടുത്തിട്ട് ഞാനിവിടെ സമ്മായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ പിന്നെ വരുന്നത് ക്യാരി, 2 ക്യാരിയാണ്. സോ ആ 2 ക്യാരിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ C ഔട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A XOR B XOR C ആണ്. അതേപോലെ C ഔട്ട് എന്ന് പറയുന്നത് ഈ ഓരോ ഹാഫ് ആഡറിൻ്റെയും ക്യാരികൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മളിവിടെ Aക്ക് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്മ് 1 കിട്ടും. അതുപോലെ Bക്ക് 1 കൊടുക്കുകയാണെങ്കിൽ C ഔട്ട് 1 ആണ്, സമ്മ് 0 ആവുന്നുണ്ട്. അതുപോലെ തന്നെ Cനും 1 കൊടുക്കുകയാണെങ്കിൽ സമ്മ് നമുക്ക് 1 കിട്ടും,
ക്യാരി ഔട്ട് 1 കിട്ടും. സോ അതുപോലെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മളിവിടെ കൊടുക്കാം. എക്ക് 1, അതുപോലെ എക്ക് 0, ബിക്ക് 1, സിക്ക് 0, അതുപോലെയുള്ള 8 കോമ്പിനേഷൻസ് നമുക്കവിടെ വരും. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഹാഫ് ആഡറിന് ഞാൻ HA1 എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഹാഫ് ആഡറിന് HA2 എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളവിടെ ഇൻസ്റ്റാൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പേരായിരിക്കും അവിടെ കൊടുക്കുക. സോ അതെങ്ങനെയാണ് നമ്മൾ വെരിലോഗ് പ്രോഗ്രാം വെച്ചിട്ട് ഈ ഫുൾ ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെയിം പ്രോജക്റ്റിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം ആ പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഒരു പുതിയ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ ആഡ് സോഴ്സ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് ഓർ ആഡ് ഡിസൈൻ സോഴ്സ് ആണ്. നെക്സ്റ്റ് ദെൻ ക്രിയേറ്റ് ഫയൽ കൊടുക്കുകയാണ്. ഇവിടെ ഫുൾ ആഡർ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഫുൾ ആഡർ നമുക്ക് സ്ട്രക്ചറിൽ തന്നെ ചെയ്യാം. സോ STR എന്ന് പേര് കൊടുക്കുകയാണ്. ദെൻ ഫിനിഷ് കൊടുക്കുകയാണ്. സോ ഫിനിഷ് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും. സോ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ജസ്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാം. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? A, B, C in എന്ന് പറഞ്ഞ് 3 ഇൻപുട്ടുകളാണ്. സോ അത് ഇൻപുട്ടാണ്. ദെൻ അതേപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സം, C out. ഓക്കെ കൊടുക്കുകയാണ്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പ്രോഗ്രാം നമുക്ക് എടുത്ത് നോക്കാം. സോ ഇതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് രണ്ടും ഇൻപുട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ഞാനവിടെ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയതാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഔട്ട്പുട്ട് എന്ന് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ എൻ്റെ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. ഫുൾ ആഡർ STR എന്നാണ് അതിൻ്റെ പേര്. സോ ഞാൻ എൻ്റെ പ്രോഗ്രാമിങ് ഈ ഒരു എൻ മൊഡ്യൂളിന് മുമ്പിലായിട്ടാണ് എഴുതേണ്ടത്. സോ ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു സർക്യൂട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇത് ഇൻപുട്ടാണ്. ABC എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ സമ്മിൽ നിന്ന് ഈ എയിലേക്ക് വരുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്. സോ ഇവിടെ ഞാനൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു വയർ ഞാനവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഇതിന് ഒരു പേര് നമ്മൾ കൊടുക്കണം. സോ ഈ ഒരു വയേഴ്സൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കണക്ഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ 3 വയേഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ വയറെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇത് ആക്ച്വലി നമ്മളെ പ്രോഗ്രാമിൻ്റെ അകത്ത് വരുന്നതാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് ഇതൊരു ബന്ധമില്ല. ഇതൊരു ഇൻ്റർ കണക്ഷൻ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കവിടെ 2 ക്യാരി ഉണ്ട്. സോ C1 എന്നും C2 എന്നും പറഞ്ഞ് ഞാൻ 2 വയേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ സമ്മിൽ നിന്ന് അടുത്ത ഹാഫ് ആഡറിൻ്റെ ഇൻപുട്ടിലേക്കുള്ള കണക്ഷനാണ് അല്ലേ. അതുകൊണ്ട് അവിടെ ഞാൻ ജസ്റ്റ് S എന്ന് പറഞ്ഞൊരു പേരും കൊടുക്കുകയാണ്. സോ 3 വയേഴ്സ് ഞാനവിടെ ഡിഫൈൻ ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള ഹാഫ് ആഡറുകൾ ഇതിലേക്ക് ഇൻസ്റ്റാൻസിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഹാഫ് ആഡർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമാണ് ഞാനിവിടേക്ക് കോൾ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഈ ഫുൾ ആഡറിൽ വന്നിട്ട് ഇൻസ്റ്റാൻസിയേഷൻ ചെയ്യുകയാണ്. സോ നമുക്കറിയാം ആദ്യം ആ പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇൻസ്റ്റാൻസിയേഷൻ ഒരു നെയിം ഉണ്ട്. ഞാനിവിടെ ഇതിന് HA1 എന്നും സെക്കൻഡിന് HA2 എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ പേര് തന്നെ നമുക്കിവിടെ കൊടുക്കാം. HA1 എന്ന് കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുകയാണ്. അതിനകത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഹാഫ് ആഡർ STRനകത്ത് ആദ്യം 2 ഇൻപുട്ട് AB ഉണ്ട്, ഔട്ട്പുട്ട് സമ്മും ക്യാരി ഉണ്ട്. സോ നമുക്കിവിടെ എന്താണ് വേണ്ടത്? നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ടുകൾ Aയും Bയും ഇവിടേക്ക് കൊടുക്കണം. സോ A, B ഞാനവിടെ കൊടുത്തു. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഇൻപുട്ട് AB ആണ് ഇവിടെ കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഈ Aയും Bയും നമ്മൾ കൊടുത്തു. ഈ സമ്മാണ് വരുന്നത്. സോ ഈ സം എന്ന് പറയുന്നത് നമുക്ക് വയറാണല്ലോ. സോ ആ വയറായിരിക്കണം നമ്മളവിടെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ S ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഹാഫ് ആഡറിന് നമുക്കിവിടെ എന്തൊക്കെയാണ് വരുന്നത്? 2 ഇൻപുട്ട് ഉണ്ട്, 2 ഔട്ട്പുട്ട് ഉണ്ട്. സോ സമ്മ് ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ടും കൂടെ വരുന്നുണ്ട്. സോ S, ആദ്യത്തെ ഹാഫ് ആഡറിൻ്റെ ക്യാരി എന്ന് പറയുന്നത് എന്താണ്? C1 ആണ്. സോ C1 ഞാനവിടെ ഡിഫൈൻ ചെയ്തു. സോ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഹാഫ് ആഡറിൻ്റെ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ഇതേ സാധനം തന്നെ ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ പേര് ഞാൻ HA2 എന്ന് കൊടുത്തു.
സോ HA2ൻ്റെ ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു എസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ സി ഇന്നും ആണ് അല്ലേ. സോ അത് നമുക്ക് അങ്ങനെ കൊടുക്കാം. സോ ഇവിടുത്തെ ഈ AB എന്നുള്ളത് മാറ്റിയിട്ട് എന്താണ്, ഇതിന് തൊട്ട് മുമ്പത്തെ ഹാഫ് ആഡർ എന്ന് വന്നിട്ടുള്ള ഈ എസ് ആണ് ഇവിടെ വരിക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, സി ഇൻ എന്ന് പറയുന്ന ഈ ഇൻപുട്ടാണ്. സോ ആ രണ്ട് ഇൻപുട്ടും കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സം എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ക്യാരി എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ഇതായിട്ടുള്ള C2 അല്ലേ. സോ ഈ സമ്മിന് പകരം നമ്മുടെ മെയിൻ ഇതിൻ്റെ സമ്മ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. സോ ദിസ് ഇസ് മൈ ഔട്ട്പുട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, C2 ആണ് അല്ലേ. സോ ഇവിടുത്തെ സെക്കൻഡ് ഹാഫ് ആഡറിൻ്റെ ക്യാരി ആയിട്ടുള്ള C2 അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. സോ ഇവിടെ രണ്ട് ഹാഫ് ആഡർ യൂസ് ചെയ്തു, പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. കാരണം നമുക്കെന്താണ്, ഇതിൻ്റെ ക്യാരിയും അതേപോലെ ഇതിൻ്റെ ക്യാരിയും കൂടെ എടുത്തിട്ട് എനിക്ക് ഒരു ഓർ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് എനിക്ക് സി ഔട്ട് കിട്ടുന്നത് അല്ലേ. സോ നമ്മളവിടെ എന്ത് ചെയ്യണം, അടുത്തതിനകത്ത് നമുക്കൊന്നുകിൽ ഒരു ഓർ ഗേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അസൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ സി ഔട്ട് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ്, ഈ C1ഉം C2ഉം തമ്മിലുള്ള ഓർ ഓപ്പറേഷനാണ്. സോ C1 ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് സിമ്പിളാണ്. അതായത് നമുക്ക് ഇത് സിമ്പിൾ, ഈ സിമ്പിളാണ് നമ്മളുടെ ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ട് വെരിലോഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യാം. സോ C1 ദെൻ C2 ഓക്കെ, സെമിക്കോളം കൊടുക്കുക. സോ ഇപ്പോൾ നമ്മളുടെ ഫുൾ ആഡറിൻ്റെ പ്രോഗ്രാമിങ് കഴിഞ്ഞു. രണ്ട് ഹാഫ് ആഡർ നമ്മളിവിടെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു, അതിൻ്റെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും ഡിഫൈൻ ചെയ്തു. ദെൻ ലാസ്റ്റിലുള്ള ആ ഒരു ഓർ ഓപ്പറേഷനും ഞാനിവിടെ ചെയ്തു. ദാറ്റ് ഈസ് സി ഔട്ടാണ്. സോ ഈ സെയിം സാധനം. സോ AB C ഇൻപുട്ടുകൾ കൊടുത്തു, AB C കൊടുത്തു, അതുപോലെ സമ്മ് നമുക്കിവിടെ ഉണ്ട്, അതുപോലെ സി ഔട്ടും നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാനിത് ജസ്റ്റ് സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണ്, ഇത് റണ്ണ് ചെയ്ത് നോക്കാനുള്ള ഒരു ടെസ്റ്റ് ബെഞ്ച് ക്രിയേറ്റ് ചെയ്യണം. സോ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. സോ ഇവിടെ ആഡ് സോഴ്സ് കൊടുക്കുകയാണ്, അതിൽ ആഡ് ഓർ ക്രിയേറ്റ് സിമുലേഷൻ സോഴ്സ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ക്രിയേറ്റ് ഫയൽ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം. സോ ഫുൾ ആഡർ TB എന്ന് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു, ഫിനിഷ് കൊടുത്തു. ഫിനിഷ് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്നും ടെസ്റ്റ് ബെഞ്ചിൽ നമ്മളങ്ങനെ കൊടുക്കുന്നില്ല. സോ ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ സിമുലേഷൻ സോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഫുൾ ആഡർ TB എന്ന് പറയുന്ന പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഫുൾ ആഡർ STR എടുത്തിട്ട് അതിൽ രണ്ട് ഹാഫ് ആഡർ എടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ പ്രോഗ്രാം ഇവിടെ കാണാം, ഫുൾ ആഡർ STR. ഇതിൻ്റെ ഈ ഒരു ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം രണ്ട് ഹാഫ് ആഡർ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇങ്ങനെ വന്നില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. പ്രോഗ്രാം ഓക്കെയാണ്, നമുക്കതിവിടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ആ ടെസ്റ്റ് ബെഞ്ച് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ സിമുലേഷൻ ഫോൾഡറിനകത്ത് ഫുൾ ആഡർ TB ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യാം, കുറച്ച് സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഫുൾ ആഡർ. സോ നമുക്കിത് ജസ്റ്റ്, ഞാൻ പറഞ്ഞിരുന്നു ടെസ്റ്റ് ബെഞ്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് രജിസ്റ്റർ ആയിട്ടാണ് കൊടുക്കുക. സോ REG എന്തൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വയറായിട്ടാണ് കൊടുക്കുക. വയർ എന്തൊക്കെയാണ്, നമുക്ക് സം ഉണ്ട്, ക്യാരി ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഫുൾ ആഡറിന് പ്രോഗ്രാമിനകത്ത് ഞാൻ ABC എന്ന് പറയുന്നത് ക്യാപ്സ് ആയിട്ടും ഔട്ട്പുട്ട് സമ്മ് സി ഔട്ട് ക്യാപ്സ് ആയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ക്യാപ്സ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, അത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വെരിലോഗ് ഒരു കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റൽ എയും സ്മോൾ എയും എൻറ്റയർലി 2 വേരിയബിൾസ് തന്നെയാണ്. സോ അത് നമുക്കിവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ രജിസ്റ്റർ ആയിട്ടും വയറായിട്ടും ഇൻപുട്ടും ഔട്ട്പുട്ടും ഞാൻ ഡിഫൈൻ ചെയ്തു. സോ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ഈ ഫുൾ ആഡർ ടെസ്റ്റ് ബെഞ്ചിനകത്തേക്ക് ഈ ഫുൾ ആഡർ STR എന്ന് പറയുന്ന ഈ സാധനം
ഇങ്ങോട്ടേക്ക് ഇൻസ്റ്റാൻസിയേഷൻ ചെയ്യണം. സോ ആ പേര് ഞാൻ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിനൊരു പേര് കൊടുക്കണം. ജസ്റ്റ് F1 എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിനകത്ത് 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ആണ് വരുന്നത്. സോ എന്തൊക്കെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? A, B, C ആണ്. സോ ആ 3 ഇൻപുട്ടുകൾ ഞാനവിടെ കൊടുത്തു. ദെൻ കോമ, സമ്മും ക്യാരിയാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്, അത് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൻസിയേഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് കൊടുക്കാം. സോ ആദ്യം നമുക്ക് ഇനീഷ്യൽ കൊടുക്കാം, ബിഗിൻ, ദെൻ എൻഡ് കൊടുക്കാം. സോ ഇതിനകത്താണ് നമ്മൾ ബാക്കി പ്രോഗ്രാംസ് എഴുതാൻ പോകുന്നത്. സോ പോസിബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് A, B, C ആണ്. സോ A = സോ ഫസ്റ്റ് പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3ഉം 0 എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇനീഷ്യൽ, ഓക്കെ, എനിക്കവിടെ എറർ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഇനീഷ്യൽ ഇപ്പോൾ കറക്റ്റായി. ഇനി അതിനുശേഷം നമ്മളൊരു 10 നാനോസെക്കൻഡ്സ് കൊടുക്കുകയാണ്. സോ ഇത് സെയിം സാധനം ഞാൻ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നതാണ്. അതിനുശേഷം സീൻ 0001 ഓക്കെ. സോ എല്ലാ പോസിബിൾ കോമ്പിനേഷൻ ഞാൻ ചെയ്തു. എനിക്ക് ലാസ്റ്റ് വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 അവിടെ കൊടുക്കുകയാണ്. നൗ എനിക്ക് എന്ത് ചെയ്യാം? ഇത് ഫിനിഷ് ചെയ്യാം. സോ $ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ഇൻപുട്ടും ഔട്ട്പുട്ടും രജിസ്റ്ററും വയറും ആയിട്ട് കൊടുത്തു. നമ്മളുടെ ഫുൾ ആഡർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു. അതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണോ അത് നമ്മളവിടെ കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ സിമുലേഷനിൽ റൺ സിമുലേഷൻ, റൺ ബിഹേവിയറൽ സിമുലേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് ഹാഫ് ആഡറാണ് റണ്ണായിട്ടുള്ളത്. A, B, സം ക്യാരി ഹാഫ് ആഡറാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഹാഫ് ആഡർ TB മാറ്റിയിട്ട് ഇത് നമുക്ക് ജസ്റ്റ് റിമൂവ് ഫയൽ ഫ്രം പ്രൊജക്റ്റ് കൊടുക്കാം. ഓക്കെ കൊടുക്കുകയാണ്. സോ ഈ സിമുലേഷൻ ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യുകയാണ്. ആ സിമുലേഷൻ ക്ലോസ് ചെയ്തിട്ട് അഗെയിൻ ഐ ആം റണ്ണിങ് റൺ ബിഹേവിയറൽ സിമുലേഷൻ. ഓക്കെ, ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് A, B, C ഫുൾ ആഡറിൻ്റെ കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ലാസ്റ്റ് വാല്യൂ മാത്രമാണ് കാണുന്നത്. സോ ഈ സൂം ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ഇവിടുന്ന് കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ആഡറും ഹാഫ് ആഡറും വെരിലോഗിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.